ഹായ്, എല്ലാവർക്കും നമസ്കാരം. അഭിലാഷ് ആട്ടായി മൂവാറ്റുപുഴയാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമ്യയുടെ ഷോപ്പിൽ വന്ന് ഒരു അടി ഉണ്ടാക്കുന്ന സംഭവം, പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇറച്ചിയും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞു. ആദ്യം എല്ലാവരും വിചാരിച്ചത് ശരിക്കുള്ള സംഭവമാണെന്ന് വിചാരിച്ച് കമൻസൊക്കെ വന്നു. എന്തായാലും സന്തോഷം. അത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനു ബ്ലോഗിലൂടെയാണ് വന്നത്. അതിലും സന്തോഷമുണ്ട്. അപ്പോൾ 10 ലക്ഷം പേര് കണ്ടിരിക്കുകയാണ് ഈ വീഡിയോ. അതിൻ്റെ സന്തോഷത്തിന് പ്രിയപ്പെട്ട സുഹൃത്ത് രമ്യ ഒരു കേക്കൊക്കെ വാങ്ങി വിളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാം. എന്തായാലും സന്തോഷം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് രമ്യയുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു. അതിൽ സന്തോഷം. അപ്പോൾ എന്തായാലും ബീച്ചായിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയുള്ള ബീച്ചായിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേക്ക് മുറിക്കലും പ്രിയപ്പെട്ട സുഹൃത്തിനെ അദ്ദേഹം കണ്ടില്ലേ, കേക്കൊക്കെ കണ്ടില്ലേ, അതിലുള്ള കേക്കൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രമ്യക്കുട്ടി നമസ്കാരം. എങ്ങനെ ഉണ്ടാകുന്നു വീഡിയോസൊക്കെ, അഭിപ്രായങ്ങളൊക്കെ? ഒരു റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ അഭിലാഷിനോട് പറഞ്ഞിട്ട് ചേട്ടൻ വന്ന് ഇത്രയും ഒരു 10 മില്യൺ ആൾക്കാരൊക്കെ കാണുമെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ല. നമ്മൾ ചെറിയ സ്കിറ്റിലൂടെയാണ് ഇത് നമ്മൾ അവതരിപ്പിച്ചത്. പക്ഷെ വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർ കാണുകയും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നു. ഒരുപാട് ആൾക്കാർ വിളിച്ചു രമ്യ തന്നെയാണോ. അപ്പൊ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ. അതുപോലെ കുറച്ച് സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്തൊരു കലാകാരിയാണ്. ഇനിയും മൂവീസ് റിലീസ് ആവാനുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അതിലും സന്തോഷമുണ്ട്. സിനിമ മാത്രമല്ല, ആൽബങ്ങൾ, പിന്നെ മോഡലിംഗ് രംഗത്തൊക്കെ നിൽക്കുന്നൊരു കലാകാരിയാണ്. സന്തോഷം. എന്തായാലും മോളുമുണ്ട് കൂടെ. മോളു ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ഒരു ഡാൻസൊക്കെ കൊച്ചു ചെയ്തിരുന്നു. എന്തായാലും എല്ലാവരും കണ്ടു ആ ഡാൻസ്, ലാലേട്ടൻ്റെ ഒരു പാട്ടിനോടൊപ്പം. മോളു എന്തായാലും എങ്ങനെയുണ്ട്? സന്തോഷമുള്ള നിമിഷമല്ലേ? അപ്പോൾ കേക്കൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം ഇവരത് വേറെ എല്ലാ സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വടക്കം വീരതയിലെ ചന്തുവിന് ശേഷം പഴശ്ശിരാജയിലെ നമ്മുടെ എന്താ പറയുക വീരപുരുഷന് ശേഷം ഒരു അവതാരം എന്ന് തന്നെ പറയാം, ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്ന ആ വ്യക്തി ആണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വ്യക്തിയെ നമുക്കൊന്ന് കാണാം. ലോക മലയാളികൾ അംഗീകരിച്ച് അമേരിക്കയിൽ ചെന്നാൽ പോലും അലൻ ജോസ് പെരേരയല്ലേ ഞങ്ങൾ അറിയും എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം നമ്മളുടെ ചങ്ക് കിങ് ഓഫ് അലൻ ജോസ് പെരേര. വെൽക്കം വെൽക്കം സാർ. വെൽക്കം സാർ. കൊച്ചെന്ന് തന്നല്ലോ കയ്യിലേക്ക്. എന്തായിരുന്നു? തന്നില്ലേ? ആ ശരി. ചോക്ലേറ്റ് കൊടുത്തു. അപ്പൊ കൊച്ചിന് കിട്ടിയ ചോക്ലേറ്റ് കൊടുത്തു, മാമന് കൊടുത്തു. കിറ്റ്കാറ്റ് തന്നു. നല്ല കാര്യം. ഞാൻ നോക്കിയപ്പോ കിറ്റ്കാറ്റൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഓടി വരിക കൊച്ചു നോക്കിയപ്പോ. എന്തായാലും സന്തോഷം. അനുജേന്റെ ഇഷ്ടമല്ലേ പരിപാടി? ഡാൻസ് കാണാറില്ലേ? രമിക്കോ? ഇച്ചിരി കയറി നിൽക്കടാ പെരേരെ. ഇച്ചിരി കയറി നിൽക്ക്. സന്തോഷമായ നിമിഷം. ഇച്ചിരി കയറി നിൽക്ക്. എന്റെ ഇങ്ങോട്ട് അല്ല, കമന്റ്സ് എഴുതിക്കോട്ടെ. കാരണം കുഴപ്പമൊന്നുമില്ല. കാരണം പ്രോഗ്രാംസ് കാണുന്നവര് അവരുടെ ഇഷ്ടമാണ്. കമന്റ്സ് നെഗറ്റീവായാലും പോസിറ്റീവായിട്ട് എഴുതുന്ന അവരുടെ ഇഷ്ടമാണ്. ചില കമന്റ്സുകൾക്ക് മാത്രം നമ്മൾ മറുപടി കൊടുക്കും. കാരണം അത് നമുക്ക് അത് കൊടുക്കേണ്ടി വന്ന കമന്റ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം, അല്ലേ? അത് കൊടുത്തേ പറ്റുള്ളൂ. അതിപ്പോൾ കമൻറ്റിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും മറുപടി കൊടുക്കാൻ ഒരു മടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിട്. അപ്പോൾ എന്തായാലും കമൻസ് എഴുതുന്നവരെ എടുത്തിട്ട് ആശംസകൾ പറയുന്നവർ പറയട്ടെ. എന്തായാലും പിന്നെ വേറെ സന്തോഷമുണ്ട്. ഒരു പുതിയൊരു സിനിമ എന്തായാലും അലൻ ജോസിന് ഞങ്ങൾ ബ്ലോഗ് ചെയ്തത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ അതിന് സക്സസ് സെലിബ്രേഷൻ ആണ്. കേക്ക് ഒന്ന് കാണിക്കാം. ചെറിയ കേക്ക് അതൊക്കെ വൈഡ് വെക്കാം. അപ്പോൾ കണ്ടോളൂ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ബീച്ചായിൽ വെച്ച് ഒരു പൊറോട്ട നാടകം ചെയ്തിരുന്നു. അപ്പോൾ പൊറോട്ട നാടകത്തിന് പൊറോട്ട നാടകം എന്ന് പറഞ്ഞാൽ ഒരു പൊറോട്ട ബേസ് ചെയ്തിട്ടൊരു ഗെയിം പ്ലേ നടത്തിയിരുന്നു. അതിന്റെ കടക്കൊരു പ്രൊമോഷനായിരുന്നു ബീച്ചായൊക്കെ. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ 1 മില്യൺ പേര് കണ്ടു, 10 ലക്ഷം പേരെ കണ്ടു. അപ്പോൾ നന്ദിയുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്താ പറയുള്ളൂ? എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർ കാണുമെന്നൊന്നും പ്രതീക്ഷയില്ല. കടകളിലെ വർക്കേഴ്സിലേക്ക് വരാം. നമുക്ക് വർക്കേഴ്സ് എന്താ പറയാനുള്ളത്? എന്നെ പറ്റി എന്താ പറയാനുള്ളത്? ടെൽ മീ അബൌട്ട് മീ അലിൻ ജോസ്. हिंदी फेमस हिंदी पറ്റി പറ. ഹിന്ദിയിൽ എന്നെ പറ്റി बहुत अच्छा है आप
और यूट्यूब में शायद ഫേമസ് ആണെന്നാണ് फेमस करो, सब्सक्राइब करो, लाइक करो। ആ കൊച്ചി എന്താ പറയുള്ളൂ? ഓളോ ഹായ്. ഓ ക്യാമറ പറ, എന്നെ പറ്റി എന്തെങ്കിലും പറ. അലിൻ ജോസിനെ പറ്റി ഒരു രണ്ട് വാക്ക്. അച്ഛാ അച്ഛാ ഓക്കെ, അപ്പൊ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ അനിൽ ജോസ്? എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. കൊച്ചുണ്ട് വാ, എന്താ പറയാനുള്ള കൊച്ചു? യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ എന്നെ പറ്റി രണ്ട് വാക്ക് പറ. ആ അല്ല, അന്ന് ചെയ്ത മുഴുവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട്. ഓക്കെ, അഭിലാഷനിലേക്ക് വരാം. എന്തായാലും സന്തോഷമുണ്ട് വീഡിയോ എല്ലാവരും സ്വീകരിച്ചതിന്. കാരണം വ്യത്യസ്തമായ ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു അടിപിടിയുടെ ഒരു അനുഭവം. അപ്പൊ നമുക്ക് കേക്ക് മുറിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഓക്കെ, ഞാൻ എടുക്കാം. നീ കേക്ക് മുറിച്ചോ. ഇങ്ങനെ കാണുള്ളൂ. ഇങ്ങനെ ആദ്യം പിടിച്ചോളാം. കുറച്ച് കേക്ക്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വിളിക്കാണ്. രമ്യ കേക്ക് കട്ട് കേക്ക് കട്ട് ഇതൊക്കെ പെരേരയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകാരങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമാണത്. ചെറിയ സന്തോഷങ്ങൾ വലിയ സന്തോഷമായിട്ട് കാണുന്ന ആളാണ് പെരേര. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ കുറച്ച് നാളുള്ളൂ ഈ ഭൂമിയിൽ. അത് കഴിഞ്ഞ് എല്ലാവരും തീർന്നു പോകുന്ന ആൾക്കാരാണ്. അതിനിടയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷം. കട്ട് ചെയ്യുന്നു. കൊടുക്കും ബ്രദറിന് കൊടുക്കും, കുഞ്ഞാവിക്ക് കൊടുക്കും, പിന്നെ മറ്റേ ആ കുട്ടി ഹിന്ദിക്കാരിക്ക് കേക്ക് കൊടുക്കും. അവിടെ ഇല്ലേ പോയാ എവിടെ? ഓ, വർക്കേഴ്സിന് കേക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഒരു സെലിബ്രിറ്റി പെരേരയാണ് കേട്ടോ. കാരണം ഇതുവരെ ആരും കേക്ക് കൊടുത്തല്ല, പക്ഷേ പെരേര കൊടുത്തു. അതാണ് ആ പെരേരയുടെ അച്ഛാ ലഡ്കേ. ഓക്കെ, അപ്പൊ ഇനിയും വീച്ചായാലും വന്നാൽ നിങ്ങൾ ഫോൺ വിളിച്ചോ. അപ്പൊ ഇങ്ങനെ അഭിലാഷിനോട് നമ്മുടെ സഹോദരൻ കേക്ക് വരുന്നു. കേക്ക് കൊടുക്കുകയാണ്. ഒരു 1.5 കേക്കായി പോയി. സത്യം എന്റെ പിറന്നാളാണെന്നുള്ള രീതിയിലാണ് കേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ വീച്ചായാലും ഒരു ആഘോഷിക്കാം. താങ്ക് യു. കട്ട് ചെയ്ത് കട്ട് ചെയ്യണതിന് മുമ്പ് ഒന്ന്